സിയാദ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. എന്താണ് ഈ സംഭവം? അതായത് നാദാപുരത്ത് പാറക്കടവ് കേരള ബാങ്കിലെത്തിയ വിദ്യാർത്ഥിനിക്ക് നേരെ അശ്ലീല മൊബൈൽ ദൃശ്യങ്ങൾ കാണിച്ചു എന്നൊരു പരാതിയാണ് സിയാദ്. മനു, ഡിസംബർ 19-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇയാൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഇയാൾക്ക് കോൺഗ്രസുമായി സംരക്ഷണം ഒരുക്കുന്നു, പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സംരക്ഷണം ഒരുക്കുന്നു എന്നതാണ്. ഡിസംബർ 19-ന് കേരള ബാങ്കിലെത്തിയ പാറക്കടവിലുള്ള കേരള ബാങ്കിലെത്തിയ വിദ്യാർത്ഥിനിക്കെതിരെയാണ് അവിടുത്തെ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് ജോലി ചെയ്യുന്ന ദീപക് സുരേഷ് എന്ന ആൾ അശ്ലീല വീഡിയോ കാണിച്ചത്. ഇതിൽ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഒളിവിലാണ്, ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പെൺകുട്ടി പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇയാൾ പഠനാവശ്യത്തിനുമായി ബന്ധപ്പെട്ടാണ് കൂട്ടുകാരിയും ഒത്തിട്ട് ഈ കേരള ബാങ്കിലെത്തുന്നത്. അപ്പോൾ ഇയാൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അശ്ലീല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പെൺകുട്ടിക്ക് നേരെ ഈ വീഡിയോ കാണിച്ചു. പെൺകുട്ടി അപ്പോൾ സ്തബ്ധനായി പോയി. അപ്പോഴാണ് തുടർന്ന് ഈ ബാങ്ക് മാനേജറുമാരോടും പോലീസിലും പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ്, പക്ഷേ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് റൂറൽ എസ് പിക്ക് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പരാതി നൽകിയത്. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഈ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ ഒരുക്കി കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. ഇയാളിപ്പോൾ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മനു, ശരി.